യുദ്ധത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇത് നിൽക്കുന്നില്ലെന്ന് മാത്രമല്ല കുറച്ചുകൂടെ അക്രമോത്സവമാകുകയാണ്. അപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് വേണമെങ്കിൽ സൈന്യത്തെ ഇറാനിലേക്ക് ഞാൻ അയക്കുന്നത് വേണമെങ്കിൽ ആലോചിക്കുന്നു പറയുന്നത്. സത്യത്തിൽ ആത്മഹത്യാപരമാണ്. അമേരിക്ക അങ്ങനെ എങ്ങാനും ചെയ്താൽ ഇറാൻ യുദ്ധം കാൽഭാഗം ജയിച്ചു എന്ന് വേണം കരുതാൻ. കാരണം അവരുടെ ഇതിലേക്കാണ് വരുന്നത്, അവരുടെ ഭൂമികയിലേക്കാണ് അമേരിക്കൻ സൈന്യം ഇറങ്ങി ചെല്ലാൻ പോകുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അമേരിക്ക വിചാരിച്ചതുപോലെ ഇസ്രായേൽ വിചാരിച്ചതുപോലെ ഈ പരിപാടി നടക്കുന്നില്ല എന്നുള്ളത് ഇതിനോടകം വ്യക്തമാണ്. എന്ത് ചെയ്യും? 2 പ്രശ്നങ്ങൾ ഇവരുടെ മുമ്പിലുണ്ട്. ഒന്ന്, ഒക്ടോബറിൽ ഇസ്രായേൽ ഇലക്ഷൻ വരാൻ പോവാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഒരു വലിയ അഴിമതി കേസിൽ കോടതി നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയുമാണ്. ഈ 2 വിഷയങ്ങളും ഇതൊക്കെ കൊണ്ട് മറികടക്കാം എന്ന് അദ്ദേഹം കരുതുന്നുണ്ടാവാം. 2023 1000-ലധികം ഇസ്രായേലിൽ കൊല്ലപ്പെട്ട ആ സംഭവത്തിൻ്റെ കറ ഇതോടുകൂടി മാഞ്ഞു പോകും എന്നും ബെഞ്ചമിൻ നെതന്യാഹു വിചാരിക്കുന്നുണ്ടാവാം. പക്ഷേ ഈ ആക്രമണം പോലും അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള തീവ്ര വലതുപക്ഷത്തെ പോലും സമാധാനിപ്പിക്കുന്നില്ല. അടുത്ത ഇലക്ഷനിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കാര്യം വളരെ ബുദ്ധിമുട്ടാണെന്നാണ് ഇപ്പോഴും പറഞ്ഞു കേൾക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടിയുടെയും കാര്യം. മിഡ് ടേം ഇലക്ഷനിൽ കോൺഗ്രസിൽ അവിടെ സാധാരണ പ്രസിഡന്റിൻ്റെ പാർട്ടി തോക്കാറുണ്ട്. ഇത്തവണയും ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ട്രംപിൻ്റെ ജനപ്രീതി ഇടിയുകയും ചെയ്യുകയാണ്. എന്തെങ്കിലുമൊക്കെ ഉടനെ ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് വിഷയം. ഇതിനു മുമ്പ് നടന്ന പാളിപ്പോയ മറ്റ് രാജ്യങ്ങളിലെ അധികാര കൈമാറ്റത്തിനോ മറ്റു രാജ്യങ്ങളെ തകർക്കാനുള്ള ശ്രമങ്ങളിലെല്ലാം സംഭവിച്ച പാളിച്ചകൾ തനിക്കുണ്ടായാൽ ആരാണ് ഡൊണാൾഡ് ട്രംപ് എന്നോർത്ത് നോക്കൂ. ഓരോ തവണയും അമേരിക്ക സിറിയയിലേക്കായാലും മറ്റൊരു സ്ഥലങ്ങളിലേക്കായാലും യുദ്ധം തുടങ്ങി വയ്ക്കുമ്പോൾ ഇത് മണ്ടത്തരമാണെന്നും ഒരു കാരണവശാലും നമുക്ക് ആവശ്യമില്ലാതെ യുദ്ധം ഏറ്റെടുക്കരുത് എന്ന് പറഞ്ഞ ആളാണ് ട്രംപ്. ആ ട്രംപ് തന്നെയാണ് ഇപ്പോൾ ഈ പണി മുഴുവൻ ചെയ്യുന്നത്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞ വാക്ക് വിഴുങ്ങിയ ശേഷം ചെയ്ത കാര്യം അത് ഉടനെ ശരിയാവണം. ഒരു ലോങ് ടൈമിൽ ശരിയായാൽ പോരാ. അവിടെ തുടങ്ങി വെച്ച ആളുകൾക്ക് പോലും ഇതിനകത്തുനിന്ന് പിന്മാറാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് യുദ്ധം തുടങ്ങിയെങ്കിലും 2 പേരുടെയും ലക്ഷ്യങ്ങൾ രണ്ടാകാനും 2 പേരുടെയും ഇതിനകത്തുള്ള താല്പര്യങ്ങൾ രണ്ടാകാനും 2 പേർക്കും എത്ര കാലം ഈ യുദ്ധം തുടരണം എന്നതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായ വ്യത്യാസം പോലും വരാനുള്ള സാധ്യതയുണ്ട്. 12 ഡേ വാർ നടക്കുമ്പോൾ ആ യുദ്ധത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത് ഇറാൻ്റെ ആണവശേഷി മുഴുവൻ ഞങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞു, ഇനി അവർക്ക് ബോംബ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ എന്തിനാണ് യുദ്ധം ചെയ്തത് എന്നൊരു ചോദ്യമുണ്ട്. അതിനുണ്ടാക്കിയ ഒരു കഥയാണ് അധികാര കൈമാറ്റമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത്. അങ്ങനെ പറഞ്ഞതോടുകൂടി തന്നെ ഒരു 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 ഒപ്റ്റിക്സ് ലെവലിൽ കാര്യങ്ങൾ പാളുകയാണ്. അപ്പോൾ യുദ്ധം ജയിക്കണമെങ്കിൽ എന്താവണം? അധികാര കൈമാറ്റം ഉണ്ടാകണം. അല്ലെങ്കിൽ ട്രംപ് തന്നെ പ്രഖ്യാപിച്ച ഉദ്ദേശ ലക്ഷ്യം നടപ്പാകുന്നില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. ഇനി അധികാര കൈമാറ്റം നടക്കാൻ സാധിക്കുമോ? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചർച്ച ചെയ്തതുപോലെ ഒരു സാധ്യതയുമില്ലാത്ത വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇറാനിൽ നിങ്ങൾക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലും നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് സ്ഥിതി. അതാണ് അവിടുത്തെ റിയാലിറ്റി. കാരണം അങ്ങനൊരു പ്രതിപക്ഷം അവിടെ ഇല്ല. അതിപ്പോൾ ഇറാൻ്റെ ആഭ്യന്തര സംഘർഷങ്ങളും ആഭ്യന്തര വിഷയങ്ങളും എന്തോ ആയിക്കോട്ടെ. പക്ഷേ പ്രായോഗികമായി നിങ്ങൾക്ക് പുതിയ ഒരു ഭരണ സംവിധാനത്തെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ പെർഫെക്റ്റ് എംഫാറ്റിക് നോ. അപ്പോൾ എന്താ ചെയ്യുക? ഇത് കുടുങ്ങാൻ പോവുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം ഇപ്പോൾ ഇന്നലെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം, നാറ്റോയിലെ സഖ്യകക്ഷിയായ സ്പെയിൻ ഈ യുദ്ധത്തിൽ അവരുടെ രാജ്യത്ത് നിന്നുകൊണ്ട് ഈ യുദ്ധത്തിന് അമേരിക്കയുടെ ബേസായി നൽകാനോ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ആ സ്ഥലം ഉപയോഗിക്കാനോ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിന് ട്രംപ് പറഞ്ഞ മറുപടി ഭയങ്കര രസകരമാണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ സുഖമായി അവന്മാരോട് ചോദിക്കാതെ അവരുടെ രാജ്യത്ത് പോയി യുദ്ധം നടത്താം, അതൊന്നും പ്രശ്നമല്ല, പക്ഷെ നമുക്ക് വേണ്ട. ഇറ്റ്സ് എ ഗ്രേറ്റ് കൺട്രി ബട്ട് ബാഡ് ലീഡർഷിപ്പ്. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അവർക്കെതിരെ സാങ്ഷൻസ് നടത്താൻ പോവാണ്. അതേസമയം ഫ്രാൻസ് പടക്കപ്പലിറക്കി, നാറ്റോയിലെ മറ്റ് രാജ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പ്രശ്നം എണ്ണവില കുതിച്ചുയരുകയാണ്, ഗ്യാസിൻ്റെ വില കുതിച്ചുയരാൻ പോവുകയാണ്. ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ ഇതൊരു വലിയ പ്രശ്നമാണ്. GCC രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രതിസന്ധിയാണ്. ഈ യുദ്ധം നീണ്ടു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ട്രംപ് തുടങ്ങുമ്പോൾ ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക 4 ദിവസം കൊണ്ട് തീർത്തു തരാം എന്നുള്ളത് തന്നെ ആയിരിക്കും. അതിനുശേഷം ഞങ്ങൾ വിഡ്രോ ചെയ്യും എന്നാണ് പറഞ്ഞത്. പക്ഷേ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ഇസ്രായേലിൻ്റെയും അമേരിക്കയ്ക്കുമെതിരെയും മറ്റ് GCC രാജ്യങ്ങൾക്കെതിരെയും ആയിരക്കണക്കിന് മിസൈലുകൾ ഇനിയും അടിക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ അത് തീർക്കാതെ തിരിച്ചു പോകാനും പറ്റില്ല. ചുരുക്കത്തിൽ ഈ തടിക്കിടയിൽ കുരങ്ങൻ്റെ വാലിപ്പെട്ടതുപോലെ ഇതിനകത്ത് പെടാൻ പോവുകയാണ്. ഇത് ചരിത്രം പുതിയതല്ല. എല്ലാ സ്ഥലങ്ങളിലും അമേരിക്ക ഇങ്ങനെ പോയി പെട്ടിട്ടുണ്ട്. അവിടെ പോയി ഇപ്പം ശരിയാക്കി തരാമെന്ന് പോവുകയും അവസാനം ഒന്നും നടക്കാതെ ആകെ അലങ്കോലമായി എങ്ങനെയെങ്കിലും അവിടുന്ന് പിന്മാറേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇത് ട്രംപ് തന്നെ പറഞ്ഞതാണ്. അഫ്ഗാനിസ്ഥാനിൽ അങ്ങനെയാണ് ട്രംപ് അമേരിക്കൻ സൈന്യത്തെ ട്രംപ് പിൻവലിച്ചത്. എല്ലാ സ്ഥലങ്ങളിലും, ഇറാഖിൽ, ഇതെല്ലായിടത്തും ഇങ്ങനെയാണ്. ചുരുക്കത്തിൽ ജയിച്ചു എന്ന് നിങ്ങൾ പ്രത്യക്ഷത്തിൽ തോന്നുന്ന രാജ്യങ്ങൾ വലിയ പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു ഭയങ്കര രസകരമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം അവർ തന്നെ പ്രഖ്യാപിച്ച ലക്ഷ്യം അധികാര കൈമാറ്റമാണ്. ഇനി അതില്ലെങ്കിലും ഇറാൻ്റെ സൈനിക ശേഷി അവസാനിപ്പിക്കുകയെങ്കിലും വേണം.
അതുവരെ യുദ്ധം തുടരും. അതുകൊണ്ട് മിഡ് ടേം ഇലക്ഷൻസിലും ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇസ്രായേലിലെ തെരഞ്ഞെടുപ്പിലും മറികടക്കാനാവുമെങ്കിൽ അത് ഒരു വിജയമായിരിക്കും. കാത്തിരുന്ന് കാണാം. പക്ഷേ അതിന് ഇറാനെ നാമാവിശേഷമാക്കണം അധികം താമസിയാതെ. അതോടൊപ്പം GCCയിലും ടെൽ അവീവിലും വീഴുന്ന മിസൈലുകളുടെ എണ്ണം കുറയ്ക്കുകയെങ്കിലും വേണം.